സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ് തുറക്കാൻ 48 മണിക്കൂർ എന്ന അന്ത്യശാസന അമേരിക്ക നൽകിയതിനു ശേഷം ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടാക്കുന്ന ഏറ്റവും വലിയ ആക്രമണത്തിനാണ് ഇന്നലെ രാത്രിയും ഇന്നും പുലർച്ചെയും സാക്ഷിയായത്. അത് കുവൈറ്റിന് നേരെയാണ് വലിയ ആക്രമണം ഉണ്ടായത്. കുവൈറ്റിലെ അടിസ്ഥാന സൗകര്യ വികസന മേഖലകൾ ലക്ഷ്യം വെച്ചുകൊണ്ടായിരുന്നു പ്രധാനപ്പെട്ട ആക്രമണങ്ങൾ. അതിൽ കുടിവെള്ള വിതരണം, അതോടൊപ്പം തന്നെ വൈദ്യുതി വിതരണം, എണ്ണ സംഭരണം, ഇതൊക്കെ തന്നെ ലക്ഷ്യം വെച്ചുകൊണ്ട് ആക്രമണം ഉണ്ടായി. ഇതിൽ ഏറ്റവും പ്രധാനം അൽ ഷുവൈബ് മേഖലയിലെ പെട്രോളിയം സംഭരണ കേന്ദ്രത്തിന്, കുവൈറ്റ് പെട്രോളിയം കോർപ്പറേഷന്റെ കെട്ടിടത്തിന് നേരെ ഉണ്ടായിട്ടുള്ള ആക്രമണം. അത് കെട്ടിടത്തിന് തീപിടിച്ചു. അവിടെ ഉണ്ടായിരുന്ന എല്ലാ ജീവനക്കാരെയും ഒഴിപ്പിച്ചു. അതോടൊപ്പം തന്നെ 2 കുടിവെള്ള വൈദ്യുതി വിതരണ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണമുണ്ടായി. ശക്തമായിട്ടുള്ള ആക്രമണമാണ് ഉണ്ടായത്. കെട്ടിടങ്ങൾക്ക് ആ ആക്രമണത്തിൽ കേടുപാട് സംഭവിച്ചു. സർക്കാരിന്റെ വിവിധ വകുപ്പുകൾ പ്രവർത്തിക്കുന്ന മിനിസ്ട്രി കോംപ്ലക്സിന് നേരെയും ആക്രമണമുണ്ടായി. ആദ്യമായാണ് മിനിസ്ട്രി കോംപ്ലക്സ് നേരിട്ട് ഇറാൻ ലക്ഷ്യം വെക്കുന്നത്. ആ കെട്ടിടത്തിന് കാര്യമായിട്ടുള്ള കേടുപാട് സംഭവിച്ചതുകൊണ്ട് തന്നെ ഇന്ന് സർക്കാർ ഓഫീസുകളുടെ പ്രവർത്തനം, അല്ലെങ്കിൽ ആ കെട്ടിടത്തിലുള്ള സർക്കാർ വകുപ്പുകളുടെ പ്രവർത്തനം അത് ഓൺലൈനിലേക്ക് മാറ്റിയിട്ടുണ്ട്. വർക്ക് ഫ്രം ഹോം രീതിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത്തരത്തിൽ വ്യാപകമായിട്ടുള്ള ആക്രമണമാണ് കുവൈറ്റിൽ ഇറാന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. പക്ഷേ ആർക്കും പരിക്കേറ്റതായി ഇതുവരെ ഒരു സ്ഥിരീകരണം വന്നിട്ടില്ല. മാത്രമല്ല, എവിടെയൊക്കെയാണ് നാശനഷ്ടങ്ങൾ സംഭവിച്ചത് അതിന്റെ വിശദമായിട്ടുള്ള ഒരു വിവരങ്ങളൊക്കെ ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ. ഇത്തരത്തിൽ ഈ കുടിവെള്ള വിതരണം, അതോടൊപ്പം തന്നെ വൈദ്യുതി വിതരണം, ആ കേന്ദ്രങ്ങളിലേക്കുണ്ടായിട്ടുള്ള ആക്രമണത്തിന്റെ ഭാഗമായി രാജ്യത്ത് പലയിടത്തും ഇന്നലെ മണിക്കൂറുകളോളം വൈദ്യുതി തടസ്സമുണ്ടായി. അതൊക്കെ പിന്നീട് രാത്രിയോടുകൂടി അത് പരിഹരിക്കപ്പെട്ടു എന്ന് അധികൃതർ അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. കുവൈറ്റിൽ ഇത്തരത്തിൽ വ്യാപകമായിട്ടുള്ള ഒരു ആക്രമണം ഉണ്ടാകുന്നത് ആദ്യമാണ്. ഇതോടൊപ്പമാണ് UAEക്ക് നേരെ ആക്രമണ ശ്രമം ഉണ്ടായി. അത് പരാജയപ്പെടുത്തി. മിസൈൽ ഉപയോഗിച്ചായിരുന്നു ആക്രമണ ശ്രമം. ബഹ്റൈനു നേരെയും ഇറാനിൽ നിന്നും ആക്രമണ ശ്രമം ഉണ്ടായി. അതും പരാജയപ്പെടുത്തിയതായി അധികൃതർ അറിയിക്കുന്നുണ്ട്.